ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഒരു ഹൈബ്രിഡ് സിസ്റ്റം എന്താണ്? നമുക്കെല്ലാം അറിയാവുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റം, നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റം, ഇപ്പം ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പം നമുക്ക് മാരുതിയിലൊക്കെ വന്നിരിക്കുന്നത് പോലെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാറ ഇതിലൊക്കെയുള്ള ഹൈബ്രിഡ് സിസ്റ്റം, അല്ലെങ്കിൽ ഇൻവിക്റ്റോ, അല്ലെങ്കിൽ നമ്മുടെ ടൊയോട്ടയുടെ ഹൈക്രോസ്, ശരിക്കും പറഞ്ഞാൽ അതിനെല്ലാം വന്നിരിക്കുന്ന ടൊയോട്ടയുടെ സെയിം ടെക്നോളജി തന്നെയാണ്. ICVT എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. അതായത് ഇൻ്റലിജൻറ്റ് CVT യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്നൊരു ഹൈബ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഈ ഹൈബ്രിഡ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എൻജിൻ സ്റ്റാർട്ടാകും, അല്ലെങ്കിൽ എൻജിൻ ആവശ്യമുള്ള സമയത്ത് എൻജിൻ്റെ പവർ എടുത്ത് വാഹനത്തിൻ്റെ ടയേഴ്സിലോട്ട് കൊടുക്കും. ബാറ്ററി കൺസ്യൂം ചെയ്തും വാഹനം ഓടുന്നതായിരിക്കും. അതായത് ഈ വാഹനത്തിനൊരു ഗിയർ ബോക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലൊരു ഗിയർ ബോക്സ് ആയിട്ടില്ല. അതിനാണ് ICVT, ഇൻ്റലിജൻറ്റ് CVT എന്ന് പറയുന്നത്. ആ ഒരു ഇതിനകത്ത് ഇലക്ട്രിക്കലായിട്ട് വരുന്ന 2 മോട്ടോഴ്സ് വരുന്നുണ്ട്. ആ മോട്ടോഴ്സാണ് ശരിക്കും ഇതിൻ്റെ ഡ്രൈവ് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ ആ ഡ്രൈവ് കൺവേർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നല്ല കയറ്റം വരുമ്പോൾ, അല്ലെങ്കിൽ നല്ല പവർ വേണ്ടി വരുന്ന സമയത്ത് എഞ്ചിനിൽ നിന്നുള്ളൊരു പവർ, അതായത് എഞ്ചിൻ യൂസ് ചെയ്ത് ആ ഒരു പവർ ഈ മോട്ടോഴ്സിൽ കൂടെ, അല്ലെങ്കിൽ ആ ഒരു പവർ എഞ്ചിൻ്റെ ഡ്രൈവും കൂടെ കൂട്ടിയാണ് നമ്മുടെ ടയേഴ്സിലോട്ട് പ്ലാനറ്ററി ഗിയേഴ്സ് വഴി കൊടുക്കുന്നത്. ഈ ഒരു ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്നൊരു സിസ്റ്റമാണ് HEV, അതായത് ഹൈബ്രിഡ് EV. അപ്പം ഹൈബ്രിഡ് EV നമ്മൾ കേട്ടിട്ടുണ്ട്, ഇലക്ട്രിക്കൽ വെഹിക്കിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ HEV എന്താണ്, ഹൈബ്രിഡ് EV? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, നോർമൽ ഒരു EV എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാവുന്ന പോലെ ഒരു ഇലക്ട്രിക്കൽ മോട്ടർ വരുന്നുണ്ട്, ബാറ്ററി വരുന്നുണ്ട്. ഈ ബാറ്ററിയിൽ നിന്ന് കറണ്ട് നേരെ ഇലക്ട്രിക്കൽ മോട്ടർ യൂസ് ചെയ്ത് വാഹനം ഓടുന്നു. അതാണ് ഒരു പ്യുവർ EV വാഹനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹെച്ചും കൂടെ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈബ്രിഡാണ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം 2 സോഴ്സ് ഓഫ് ഫ്യൂൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 2 സോഴ്സ് ഓഫ് എനർജി വേണം. ഈ 2 സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മുടെ ബാറ്ററി തന്നെയാണ്, മറ്റതൊരു പെട്രോൾ എഞ്ചിനും കൂടെ വരുന്നുണ്ട്. അതായത് നമ്മുടെ നോർമൽ കൺവെൻഷൻ ടൈപ്പ് ഇതുപോലത്തെ ഒരു എഞ്ചിനായിരിക്കും നമുക്ക് വരുന്നത്. അതായത് ഒരു എൻജിൻ യൂസ് ചെയ്തുകൊണ്ട്, ഒരു നോർമൽ എൻജിൻ യൂസ് ചെയ്തുകൊണ്ട്, ആ ഒരു എൻജിൻ ജസ്റ്റ് ഒരു ജനറേറ്ററായിട്ട് മാത്രം വർക്ക് ചെയ്യാൻ വേണ്ടി, അതായത് ഈ പറയുന്ന പോലെ ആ ബാറ്ററി ചാർജ് ചെയ്യാനും, അഥവാ ഈ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് കുറവുള്ള സമയത്ത് ബാറ്ററി ചാർജ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വാഹനത്തിൻ്റെ കറക്കാനുള്ള മോട്ടർ, അതായത് ഇലക്ട്രിക്കൽ മോട്ടറിലോട്ട് സപ്ലൈ കൊടുക്കാൻ വേണ്ടി ഒരു എനർജി സോഴ്സ് മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നൊരു യൂണിറ്റാണ് HEV എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ടെക്നോളജി ശരിക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. നിസാൻ എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ, നിസാൻ നോട്ട് അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു, ആ ഒരു വാഹനത്തിൽ ഈ ഒരു രീതി ഇറങ്ങിയിട്ടുണ്ട്. ഇനി അത് ശരിക്കും പറഞ്ഞാൽ മാരുതിയിലോട്ടൊക്കെ ഇപ്പോൾ ഇനി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു EV എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും വലിയ രീതിക്ക് സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്ന ടാറ്റയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ മാരുതിയോ അല്ലെങ്കിൽ വേറെ വാഹനങ്ങൾ MG ഒക്കെ ആണെങ്കിൽ തന്നെ ഇലക്ട്രിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അധികം ഒരുപാട് ലാർജ് സ്കെയിൽ ഇറക്കിയിട്ടില്ല. ശരിക്കും അതുപോലെ ഫോക്കസ് ചെയ്യുന്നൊരു കമ്പനി തന്നെയാണ് മാരുതി. ഇപ്പോൾ നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രിക്കലിലോട്ട് ഫുള്ളായിട്ട് പോകുന്നില്ല, അവർ ഹൈബ്രിഡ് കൂടെ കൂട്ടിയാണ് പോകുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാഹനം നമുക്ക് എത്ര ലോങ് വേണമെങ്കിലും ഓടിക്കാൻ സാധിക്കും. മറ്റേന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 200 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 300 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ചാർജ് ചെയ്യണം, കാരണം ബാറ്ററി തീരാറാം. എന്നാൽ ഒരു ഹൈബ്രിഡ് EV ആണെന്നുണ്ടെങ്കിലോ, ഈ വാഹനം ഓടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കും. ബാറ്ററി ഫുൾ ചാർജ് ആകുമ്പോൾ നോർമലായിട്ട് എഞ്ചിൻ ഓഫായി പോകും. എഞ്ചിൻ ഓഫായിരിക്കുന്ന കണ്ടീഷനിലും ഈ ഇലക്ട്രിക്കൽ ബാറ്ററിയിൽ നിന്നുള്ള സപ്ലൈ എടുത്ത് ഈ വാഹനം ഓടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ശരിക്കും ഈ വാഹനം സാധാരണ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന പോലെ ഫില്ല് ചെയ്യണം. ഏകദേശം ഒരു മൈലേജ് 35 to 40 കിലോമീറ്റർ, അതായത് 1 ലിറ്റർ പെട്രോളിന് 35 തൊട്ട് 40 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് സാധാരണ ഒരു വാഹനത്തിൽ ഏകദേശം ഒരു 21 കിലോമീറ്ററൊക്കെ അങ്ങ് അറ്റം, അല്ലെങ്കിൽ 22 കിലോമീറ്ററൊക്കെ കിട്ടുന്ന സ്ഥാനത്ത് ഇവിടെ 35 കിലോമീറ്റർ തൊട്ട് 40 കിലോമീറ്റർ വരെയാണ് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ കറണ്ട് ബില്ല് സേവിങ്സ് അല്ലേ? ഈ ഒരു വാഹനം നാളെ കൊടുത്തു കഴിഞ്ഞാലും സേവിങ്സ് അല്ലേ? ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ HEV എന്ന് പറയുന്ന ഒരു ടെക്നോളജി, അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിയിൽ വരുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതായിരിക്കും.